ഹായ് കെ പി വോയിസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രസാദ്. ലോകത്ത് വളരെ ശക്തരായ ബിസിനസ് കുടുംബങ്ങളുണ്ട്. ഇന്ത്യയിൽ അതിനൊരു എക്സാമ്പിളാണ് അംബാനി കുടുംബം എന്ന് പറയുന്നത്, അതുപോലെ കല്യാൺ കുടുംബം എന്ന് പറയുന്നത്. ഇത്തരം ബിസിനസ് ഫാമിലീസ് പലപ്പോഴും കോർപ്പറേറ്റ് ബിസിനസ് ഭീമന്മാരെക്കാളേറെ ശക്തരായി കാണപ്പെടാറുണ്ട്. സാമ്പത്തികമായിട്ടായാലും ശരി, ബിസിനസ് രംഗങ്ങളിലായാലും ശരി, അവർ വളരെ പവർഫുൾ ആയിരിക്കും. അവർ വലിയൊരു ട്രേഡ് മാർക്ക് ഉണ്ടാക്കും. ഇങ്ങനെയുള്ളവർ എപ്പോഴും ഫാമിലി ബോണ്ടിങ്ങിൽ കൂടുതൽ ശ്രദ്ധിക്കാറുണ്ട് എന്നതാണ്. അതായത് ഇവർ വളരെ ശക്തരായ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പുകൾ ഉണ്ടാക്കി വെക്കാറുണ്ട്. മാത്രമല്ല അത്തരം ബോണ്ടുകൾ നിലനിർത്താനുള്ള കാര്യങ്ങളും, അത്തരം ബോണ്ടുകൾ നിലനിർത്താൻ വേണ്ടിയുള്ള റിച്വൽസും, അത്തരം ബോണ്ടുകൾ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഫാമിലി ഫങ്ഷൻസും അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാറുണ്ട്. മാത്രമല്ല ഇവരിൽ പലരും കൂട്ടുകുടുംബം പോലെയാണ് ജീവിക്കാറുള്ളത്. ഇവരെപ്പോഴും ഒപ്പം താമസിക്കുകയും അങ്ങനെ ഒപ്പം കൂടിക്കലർന്ന് ജീവിച്ച് ശീലിക്കുന്നവരായിരിക്കും എന്നതാണ്. ഇതെന്തുകൊണ്ടാണ് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോർപ്പറേറ്റ് കൾച്ചറിൽ ഇങ്ങനൊരു പരിപാടി തന്നെ ഇല്ല എന്നുള്ളതാണ്. കോർപ്പറേറ്റ് കൾച്ചറിൽ ഒരാളെ പോലും ഗ്രൂപ്പായി മാറാൻ സമ്മതിക്കാറില്ല. അവിടെ വ്യക്തികൾ തമ്മിലല്ല ബോണ്ട് ഉണ്ടാവുന്നത്, അവരുടെ വർക്കുകൾ തമ്മിലാണ് ബോണ്ട് ചെയ്യാറുള്ളത്. അതായത് ഒരുപാട് ഇൻഡിവിജ്വൽസിനെ ഒരു ടീമാക്കി മാറ്റി ആ ടീമിനെ കൊണ്ട് പല രീതിയിലുള്ള വർക്കുകൾ ചെയ്യിച്ച് അത് ഇൻ്റഗ്രേറ്റ് ചെയ്തെടുത്ത് ഒരു പ്രോഡക്റ്റാക്കി മാറ്റി അതിനെ സെല്ല് ചെയ്യുക എന്നതാണ് കോർപ്പറേറ്റ് രീതി എന്ന് പറയുന്നത്. എന്നാൽ ഇത്തരം ഫാമിലി കൾച്ചേഴ്സിൽ അങ്ങനെയല്ല സംഭവിക്കുക. ആ വ്യക്തികളെ തമ്മിൽ അവർ ബോണ്ട് ചെയ്യും. വ്യക്തികളെ തമ്മിൽ ബോണ്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവരുടെ വർക്കിങ്ങും അവരുടെ പ്രോഡക്റ്റും അവരുടെ കോൺട്രിബ്യൂഷൻസും എല്ലാം യുണൈറ്റഡ് ആയിരിക്കും എന്നതാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇവരെപ്പോഴും ജനറേഷണൽ വെൽത്തിൽ ശ്രദ്ധിക്കും എന്നതാണ്. അതായത് ഉദാഹരണത്തിന് എൻ്റെ അച്ഛൻ ഒരു ബിസിനസ് ചെയ്തൊരു പരിധി വരെ എത്തി. അവിടെ നിന്ന് അങ്ങോട്ട് ഞാനത് ഏറ്റെടുക്കുമ്പോൾ അടുത്ത ലെവലിലേക്ക് അതിനെ കൊണ്ടുപോകാനാണ് നോക്കുക. അത് കഴിഞ്ഞ് എൻ്റെ മക്കൾ അത് ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനാണ് നോക്കുക. ഈ ബിസിനസ് വളർത്തുന്ന പ്രോസസ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഇവർ മുന്നോട്ട് കൊണ്ടുപോകുക. ഇത് ബിസിനസ്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ജോലിയുടെ കാര്യത്തിലായാലും ഇങ്ങനെ തന്നെയാണ്. അച്ഛൻ ചെയ്തു നിർത്തിയ ഒരു ജോലി, ആ ജോലിയിൽ അച്ഛൻ ഒരു ട്രേഡ് മാർക്ക് അല്ലെങ്കിൽ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ അപ്പുറത്തേക്കാണ് മകൻ കൊണ്ടുപോകേണ്ടത്, അതിൻ്റെ അപ്പുറത്തേക്കാണ് പേരക്കുട്ടികൾ കൊണ്ടുപോകേണ്ടത്. ഇങ്ങനെ സെറ്റ് ചെയ്ത് നിർത്തുന്നതിൻ്റെ അടുത്ത ലെവലിൽ നിന്നും അടുത്ത തലമുറ സ്റ്റാർട്ട് ചെയ്യുക എന്നൊരു രീതിയുണ്ട്. അതാണ് ജനറേഷണൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത്. വെൽത്തിൻ്റെ കാര്യത്തിൽ ഇവർ ഉണ്ടാക്കാറുണ്ട്. അച്ഛൻ എത്ര സമ്പാദിച്ചോ അതിൻ്റെ അപ്പുറത്തേക്ക് മക്കൾ സമ്പാദിക്കുക, അതിൻ്റെ അപ്പുറത്തേക്ക് പേരക്കുട്ടികൾ സമ്പാദിക്കുക എന്ന ഒരു രീതി ഇവർ അപ്ലൈ ചെയ്യാറുണ്ട്. ഇതിനു വേണ്ടി ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ ട്രെയിൻ ചെയ്ത് തുടങ്ങും എന്നതാണ്. അതാണ് മൂന്നാമത്തെ പോയിന്റ്. വളരെ യങ് ഏജിൽ തന്നെ ഇവരെ ബിസിനസ് പഠിപ്പിക്കും, ഇവരെ ഈ ജോലി പഠിപ്പിക്കും. മാത്രമല്ല അതിൽ ചില വാല്യൂസ് ഉണ്ടായിരിക്കും, അതിൽ ട്രേഡ് സീക്രട്ട് ആയിട്ടുള്ള ചില സ്കിൽ സെറ്റുകൾ ഉണ്ടായിരിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ യങ് ഏജിൽ തന്നെ ഇവരെ ട്രെയിൻ ചെയ്തെടുക്കും. അങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ അവർ ആ ഒരു ബിസിനസ്സിൻ്റെയും ആ ഫാമിലിയുടെയും പാർട്ടായി മാറാൻ ശ്രദ്ധിക്കാറുണ്ട്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ഇവരെപ്പോഴും ക്ലാസിക് ആയിട്ടുള്ള ബിസിനസ്സുകളിലേക്കും ക്ലാസിക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്കും ശ്രദ്ധിക്കുന്നു എന്നതാണ്. ഏതൊരു ബിസിനസ് കുടുംബത്തെയും നിങ്ങൾ എടുത്തു നോക്കൂ, അവർ ചെയ്യുന്ന ബിസിനസ് എന്ന് പറയുന്നത് എല്ലാ കാലത്തും റെലവൻ്റ് ആയിട്ടുള്ള ബിസിനസ് ആയിരിക്കും. എല്ലാ കാലത്തും സമൂഹത്തിന് ആവശ്യമുള്ളൊരു സർവീസ് അല്ലെങ്കിൽ സമൂഹത്തിന് ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റ് ഇതായിരിക്കും ഇവർ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും കാലാകാലത്ത് നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ്സിൽ ഡിഫറൻസിയേഷൻ കൊണ്ടുവരുമ്പോൾ പോലും ഇവരിത് ശ്രദ്ധിക്കാറുണ്ട്. കാരണം ആ ഡിഫറൻഷിയേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ്സും എല്ലാ കാലത്തും റെലവൻ്റ് ആയിരിക്കണം എന്ന് ഇവർ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ ക്ലാസിക്കായിട്ടുള്ള ബിസിനസ്സുകളാണ് ഇവർ ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ക്ലാസിക്കായിട്ടുള്ള ജോലികളാണ് ഇവർ ചെയ്യാറുള്ളത്. എല്ലാ കാലത്തും ആ ജോലിക്ക് ഡിമാൻഡ് ഉണ്ടാകും. അവിടെ നിന്നാണ് അടുത്ത പോയിന്റ് വരുന്നത്. അവർ പണത്തെ വെറുക്കാറില്ല. അവർ പണത്തെ ഒരു ടൂളായിട്ട് കാണാൻ ചെറിയ പ്രായത്തിൽ തന്നെ പഠിക്കുന്നുണ്ട് എന്നതാണ്. പലപ്പോഴും സാധാരണക്കാരിൽ നിന്നും സാധാരണക്കാരനായി നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അവർ പണത്തെ വെറുക്കുന്നവരാണെന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങളുടെ കയ്യിൽ മിക്കവാറും ഒരു ഫോണാണ് ഉണ്ടാവുക. ആ ഫോൺ നിങ്ങൾക്ക് ഇഷ്ടമല്ല, ആ ഫോൺ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, ആ ഫോൺ നിങ്ങൾ വലിച്ചെറിയുന്നു, മര്യാദയ്ക്ക് ചാർജ് ചെയ്യുന്നില്ല, അവിടെ എവിടെയൊക്കെ ഇടുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോഴേക്കും ഫോണിൻ്റെ പണി കഴിയും. ഇതുപോലെ തന്നെ ഒരു ടൂളാണ് സത്യം പറഞ്ഞാൽ പണം എന്ന് പറയുന്നത്. ആ പണത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, ആ പണം നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, ആ പണത്തെക്കുറിച്ച് നിങ്ങൾ ആ പണത്തിൻ്റെ മെയിൻ്റനൻസ്, അതിൻ്റെ റൂൾസ് ഇതൊന്നും നിങ്ങൾ ബോധേഡല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും കുറച്ച് കാലം കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള പണം മുഴുവൻ ചിലവായി പോകും. അപ്പോൾ അതിനൊരു ടൂളായിട്ട് കണ്ട് അതിനെ കൃത്യമായി വിനിയോഗിക്കാൻ ഇവർ പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ അവനവൻ്റെ സ്കില്ലിനെയും അവനവൻ്റെ ബിസിനസ്സിനെയും അവനവൻ്റെ പണത്തിനെയും അത്തരം മെറ്റീരിയലിസ്റ്റിക് ആയ കാര്യങ്ങളെ മെറ്റീരിയലുകളായിട്ടും
അവരുടെ വാല്യൂസ്, അവരുടെ കൾച്ചർ, ഇത്തരം കാര്യങ്ങൾ ഇമ്മെറ്റീരിയലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇവർ പഠിക്കുന്നുണ്ട്, മാനേജ് ചെയ്യാൻ പഠിക്കുന്നുണ്ട്. അത്തരം മാനേജ്മെൻറ്റിലെ സ്കില്ലുകളാണ് സത്യം പറഞ്ഞാൽ ജനറേഷണലായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഫാമിലികളും ഡൈനാസ്റ്റികളും ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്. ഇത്തരം പോയിന്റുകൾ പറയുന്നതിൻ്റെ പിന്നിൽ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇത്തരം പോയിന്റുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിച്ചാൽ അത് ചിലപ്പോൾ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും എന്നതാണ്. ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.